ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സമന്ത, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആക്ട്രസ്, അവരുടെ ഒരു പെർഫ്യൂം ബ്രാൻഡിനെ കുറിച്ചാണ്. ഞാൻ ബോക്സ് ഒന്നും കളഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ഞാൻ ഉപയോഗിച്ച് നോക്കിയായിരുന്നു. അപ്പം ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി ബോക്സ് എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വന്നത്. ഇതിൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുമ്പം സീക്രട്ട് ആൽക്കെമിസ്റ്റ് ക്ലീൻ പെർഫ്യൂമറി എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ പേരാണ് കൊടുത്തത്, സീക്രട്ട് ആൽക്കെമിസ്റ്റ്. അപ്പം ഇത് ടോട്ടലി സമന്തയുടെ ബ്രാൻഡ് തന്നെയാണ്. ഇവർ ക്ലെയിം ചെയ്യുന്ന വെച്ചാൽ നല്ല ക്ലീൻ ഇൻഗ്രീഡിയൻസ് ഉള്ള പെർഫ്യൂംസും ക്ലീൻ മണമുള്ള പെർഫ്യൂംസാണ് ഇവരുടെ ബ്രാൻഡിൻ്റെ ക്ലെയിം. അതൊരു നല്ലൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ടോക്സിൻസ് ഒന്നും ഇല്ലാത്ത ബ്രാൻഡ്, പ്രത്യേകിച്ച് പെർഫ്യൂംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്കിന്നൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ടോക്സിക് മെറ്റൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു പെർഫ്യൂം വളരെ നല്ലതാണ്. കുറച്ച് ക്ലീൻ ഇൻഗ്രീഡിയൻസും ക്ലീൻ മണമൊക്കെ ഉള്ളത്. ഇവർക്ക് കുറച്ചൊരു വേരിയൻസ് ഉണ്ട്, ഒരുപാടൊന്നുമില്ല, പക്ഷെ ഉള്ളത് നല്ലതായിട്ടാണ് എനിക്ക് റിവ്യൂ ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഞാൻ വെച്ചു ഒരെണ്ണം മേടിച്ച് നോക്കാമെന്ന് പറഞ്ഞാണ് ഇത് മേടിച്ചത്. അപ്പം ഞാൻ മേടിച്ച ഒരു പെർഫ്യൂമാണ്, ഒരു പെർഫ്യൂം അവരുടെ മേടിച്ചുള്ളൂ. മധുരൈ ജാസ്മിൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പം പാക്കേജ് തുറക്കുമ്പോൾ ഇങ്ങനൊരു കാർഡ്ബോർഡിലാണ് വന്നത്. അതിൻ്റെ കൂടെ ഒരു റാപ്പ് ഉണ്ടായിരുന്നു. പെർഫ്യൂം ഇങ്ങനത്തെ ഒരു ബോക്സിനകത്താണ് പാക്കേജിങ്ങിലാണ് വന്നത്. നല്ല ഭംഗിയുള്ളൊരു പാക്കേജായിട്ട് എനിക്ക് തോന്നി. ഇവരുടെ വേറെയും 2 വേരിയൻസും കൂടെ ഒക്കെ ഉണ്ട്. അതിൻ്റെ പാക്കേജ് പറയുമ്പോൾ ഗ്രീനും പിന്നെ ഒരു ബ്രൗൺ റെഡ് ഷെയ്ഡ് വരുന്നൊരു വേറെ ഫ്രേഗ്രൻസ് ഉള്ള പാക്കേജിംഗ് ആണ്. അപ്പോൾ ഇത് മധുരൈ ജാസ്മിൻ ഇങ്ങനത്തെ ഒരു പാക്കേജിംഗ് ആണ് വന്നത്. എന്ന് പറയുമ്പോൾ 100 ml ഉണ്ട്. ഇവരുടെ ഇങ്ങനെ എഴുതിയേക്കുന്നത് അവേക്കൻ ഹീൽ ബാലൻസ് എന്നുള്ളൊരു ഇതാണ്. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ എസെൻഷ്യൽ ഓയിൽ ബ്ലെൻഡഡ് പെർഫ്യൂമാണ്. അതിൻ്റെ കൂടെ ആൽക്കഹോളും അക്വ അത്രയേ ഉള്ളൂ ഇതിനകത്ത് ടോട്ടലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. വേറെ കൂടുതൽ ടോക്സിൻസോ ഒന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഫ്രേഗ്രൻസ് നോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ടോപ്പ് നോട്ട് വന്ന് ഓറഞ്ച് ബ്ലോസവും, മിഡിൽ നോട്ടാണ് ജാസ്മിൻ വരുന്നത്. ബേസ് നോട്ട് ഒരു വാനില, മഡഗാസ്കർ വാനില ആണ് പറയുന്നത്. വേറെ 2 മണമുള്ളത് അവർക്ക് റോസ് ഊതും ബർഗമോൺ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന വേറെ 2 വേരിയൻസ് ആണ്. ഞാൻ എപ്പോഴും എനിക്ക് ജാസ്മിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു ജാസ്മിൻ്റെ മണത്തിലുള്ളൊരു പെർഫ്യൂം വേണം, പിന്നെ ഇവരെ കൂടി ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ മേടിച്ചതാണിത്. ഇങ്ങനെയാണ് പാക്കേജിങ്. റേറ്റഡ് നത്തിങ് ടു ഹൈഡ് ടിയർ ഹിയർ. ഞാൻ മേളിൽ നിന്ന് പാക്കേജിങ് സൂക്ഷിക്കാൻ വേണ്ടി മെയിനായിട്ട് മേളിലുള്ള ഭാഗത്ത് നിന്നാണ് തുറന്നത്. അവരുടെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് 2 സാധനങ്ങളും കിട്ടി, അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ പെർഫ്യൂം തുറക്കുമ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ക്ലീൻ പാക്കേജിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു ക്ലീൻ, ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള പാക്കേജിങ് ഇങ്ങനെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള പെർഫ്യൂമിൻ്റെ ഒരു പാക്കേജിംഗ് ആണ്. ഗ്ലാസ് പാക്കേജിംഗ് ആണ്. അതിൻ്റെ കൂടെ ചെറിയൊരു അടപ്പുണ്ട്. 100 ml ബോട്ടിലാണേ. ബാക്കിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഫ്രണ്ടിൽ അതിൻ്റെ ഒരു പേരും കുറച്ച് നോട്ട്സിൻ്റെ കാര്യങ്ങളും ബ്രാൻഡിൻ്റെ പേരുമാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കിട്ടിയ ഫ്രീ ബീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം എനിക്ക് പെർഫ്യൂം വളരെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതെന്ന് പറയുമ്പോൾ നല്ലൊരു ജാസ്മിൻ്റെ മണം തന്നെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒത്തിരി തലവേദന എടുക്കുന്ന രീതിയിലുള്ള സ്ട്രോങ് മണമൊന്നുമില്ല. ലൈറ്റായിട്ടുള്ളൊരു മണമാണ്. ഒത്തിരി ഭയങ്കരമായിട്ടും സ്ട്രോങ് ആയിട്ട് നമുക്ക് തലവേദന എടുക്കുമല്ലോ ചില മണങ്ങൾ, അങ്ങനെയൊന്നും ഇതില്ല. ഇതൊരു ഡെയിലി വെയർ പെർഫ്യൂമായിട്ട് എനിക്ക് തോന്നുന്നത്. നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫെമിനൈൻ ഫ്രേഗ്രൻസ് ആണ്. യൂഷ്വലി എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടും, പക്ഷെ എന്നാൽ നിങ്ങൾക്ക് ജാസ്മിൻ്റെ മണം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. സ്റ്റിക്കേഴ്സ് വന്ന് ഇങ്ങനത്തെ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കിട്ടിയത്. നല്ല ക്ലീൻ എസ്തറ്റിക് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കിട്ടിയത് ഒരു മാലയാണ്. ഗോൾഡൻ കളർ ഇങ്ങനത്തെ ഒരു ഹാർട്ടിൻ്റെ ലോഗോ ഉള്ളൊരു മാല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ സിംഗിൾ ലെയറാണ്. ആൻറ്റി ടാർണിഷാണ് എഴുതിയിരിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് കിട്ടി. എനിക്കിതെല്ലാം എനിക്കൊന്ന് വിമൻസ് ഡേയുടെ അനുബന്ധിച്ചാണെന്ന് തോന്നുന്നു അങ്ങനെ കിട്ടിയത്. എനിക്കതെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി
ഹൈ എൻഡ് പെർഫ്യൂമിൻ്റെ റേഞ്ചിലെ പെർഫ്യൂമൊന്നുമല്ല എന്നും പറഞ്ഞ് ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണത്. പിന്നെ അത് ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു 6 to 8 hours എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു ഒത്തിരി ഭയങ്കരമായിട്ടും പാർഫ്യൂം പോലെയല്ല, എന്നാലും എല്ലാ ഡെയിലി യൂസിനും നമുക്ക് ഓഫീസ് പോകുന്നത്, കോളേജ് പോകുന്ന എല്ലാവർക്കും അടിക്കാൻ പറ്റിയ പെർഫ്യൂമായിട്ട് തോന്നുന്നുണ്ട്. ഈ മാല ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഇന്നത്തെ വ്ളോഗ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.